കൈപ്പാണി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു വെജിറ്റബിൾ ആണല്ലേ പാവയ്ക്ക. എന്നാൽ നമ്മുടെ ഈ പാവയ്ക്ക ഉണ്ടല്ലോ വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും ഒക്കെ റിച്ച് സോഴ്സാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയും ബോൺ ഹെൽത്തിനെയും വിഷനെയും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ചസ് പറയുന്നുണ്ടല്ലോ കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഈവൻ വെയിറ്റ് ലോസിന് വരെ പാവയ്ക്ക ഹെൽപ്ഫുൾ ആണെന്നാണ്. പാവയ്ക്കയുടെ കൈപ്പറിയാതെ കഴിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെസിപ്പി നോക്കിയാലോ. ഇതേ പാവയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. ഇനി കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞ് വെക്കാം കേട്ടോ. ഇനി നമ്മൾ സാധാരണ പാവയ്ക്ക തോരൻ വെക്കുന്നത് പോലെ ഉണ്ടല്ലോ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മുളകും ഉള്ളിയും എല്ലാം ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇടണം കേട്ടോ. ഞാനിവിടെ തേങ്ങാപ്പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 90% വരെ വേവിക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ട്യൂണയാണ്. ഞാനിവിടെ ടിൻ ട്യൂണ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂണയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഫിഷ്, സാൽമണോ എന്തെങ്കിലും എടുക്കാം കേട്ടോ. നാട്ടിലാണെങ്കിൽ ഇത് ഉണക്കമീൻ ഇട്ടുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. ടിൻ ട്യൂണ ആയതുകൊണ്ട് ഇനി ഇതധികം വേവിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ പാവയ്ക്കയുടെ കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടും ഉപ്പും മുളകും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചേക്കാം. ഞാൻ 3 ടിൻ ട്യൂണയായിരുന്നു കേട്ടോ എടുത്തിരുന്നത്. ഓയിലിനകത്തുള്ള ട്യൂണയായിരുന്നു. 1 ബോട്ടിൻ്റെ ഓയിൽ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ വേണ്ട കടുക് പൊട്ടിച്ച് നമ്മുടെ ഈ പാവയ്ക്ക ട്യൂണ മിക്സിനകത്തോട്ട് ആഡ് ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. വേറെ കറി ഒന്നും വേണമെന്ന് തോന്നത്തില്ല. നമുക്കറിയാം ഈ ട്യൂണ പ്രോട്ടീൻ്റെയും വെറൈറ്റി ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൻ്റെയും omega-3 ഫാറ്റി ആസിഡ്സിൻ്റെയും ഒരു എക്സലൻറ്റ് സോഴ്സ് ആണെന്ന്. സോ നമ്മൾ ഈ ട്യൂണയും പാവയ്ക്കയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഈ കറി ഉണ്ടല്ലോ റിയലി ഒരു ന്യൂട്രീഷ്യസ് ഫുഡും കൂടിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.